ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. നമ്മുടെ യെസ് ബാങ്കും അതുപോലെ തന്നെ ANQ എന്ന് പറഞ്ഞ ഒരു ഫൈനാൻഷ്യൽ സൊല്യൂഷൻ, ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ കമ്പനിയാണ്. അവരും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ 2 ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റൂപേ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു ക്രെഡിറ്റ് കാർഡ്സ് 2 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ആക്ച്വലി അത് നമുക്ക് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ബുക്കിംഗ് അല്ല, എന്താ പറയുക നമ്മൾ രജിസ്റ്റർ ചെയ്യാന്നൊക്കെ പറയില്ല. എന്ന് വെച്ചാൽ അത് മെയ് അവസാനമായിട്ട് അല്ലെങ്കിൽ മെയ് അവസാനമൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ലോഞ്ച് ആവണൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ എഡ്ജ് ക്രെഡിറ്റ് കാർഡിനൊക്കെ ചെയ്യാറില്ലേ നമ്മൾ, അത് വെയിറ്റിംഗ് ലിസ്റ്റ് സംഭവങ്ങളൊക്കെ വരും. ആ പരിപാടി ഇപ്പോൾ അവർ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇന്നലെ ചെയ്തു. ഇന്നലെയാണ് വന്നിട്ടുണ്ടായിരുന്നു, ഇന്നലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് യെസ് ബാങ്കും അതുപോലെ തന്നെ നമ്മുടെ ANQ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെബ്സൈറ്റ് സംഭവങ്ങൾ ഞാൻ താഴെ ഇടാം നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്. എന്ന് വെച്ചാൽ ഇത് രണ്ടും രണ്ട് കാർഡ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ, വിത്ത് നോ ജോയിനിങ് ഫീസ് ആൻഡ് ആനുവൽ ഫീസാണ്. അപ്പോൾ നല്ല പരിപാടിയാണ്, റൂപേ പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ പേര് വന്നേക്കുന്നത് പൈയും അതുപോലെ തന്നെ ഫൈ എന്ന് പറഞ്ഞിട്ടാണ്. രണ്ടും മാത്തമാറ്റിക്കൽ വേർഡ്സ് ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ സ്പെല്ലിംഗ് പറഞ്ഞുതരാം. PIയും അതുപോലെ തന്നെ PHI എന്ന് വെച്ചാൽ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ രണ്ടും കോബ്രാൻഡ് കാർഡുകൾ തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ ഇൻകം പ്രൂഫോ സംഭവം ഒന്നും കൊടുക്കേണ്ട. നിങ്ങളുടെ ഓൾറെഡി ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഇതിൽ ഓട്ടോമാറ്റിക്കലി അവർ ഫെച്ച് ചെയ്യും. നിങ്ങൾ എത്ര ക്രെഡിറ്റ് കാർഡ് ഉണ്ട് അതൊക്കെ കാണിക്കും. നമുക്ക് അതിന് ഏതാണോ, നമുക്ക് ഏതിൻ്റെ ലിമിറ്റാണോ നമുക്ക് ഇതിലേക്ക് വേണ്ടത് അതിലേക്ക് നമുക്ക് കൊടുക്കാട്ടാം. അപ്പോൾ ഞാൻ എൻ്റെ അമേരിക്കൻ എക്സ്പ്രസിൻ്റെ സംഭവം നമ്മുടെ പാൻ കാർഡ് സംഭവം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എത്ര കാർഡ് ഉണ്ട് അതൊക്കെ അതിൽ ഫെച്ച് ചെയ്യും. എന്നിട്ട് നമുക്ക് ഏത് കാർഡിൻ്റെ ലിമിറ്റ് ഷെയർഡ് ആയിട്ട് വേണ്ടേ അത് നമുക്ക് കൊടുക്കാട്ടാം. അപ്പോൾ അത് നല്ലൊരു പരിപാടിയാണ്. നമ്മുടെ കാർഡ് ടു കാർഡ് ബേസിസ് ഇല്ല, അതുപോലത്തെ ആ പരിപാടിയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസ്സാണ് കൊടുത്തേക്കുന്നത്. അമേരിക്കൻ എക്സ്പ്രസ്സിൽ എനിക്ക് 3 lakh 4 lakh സംതിങ് ഉണ്ടായിരുന്നു അമേരിക്കൻ എക്സ്പ്രസിൻ്റെ മെമ്പർഷിപ്പ് റിവാർഡ് കാർഡിൻ്റെ സംഭവം ഞാൻ കൊടുത്തത്. അപ്പോൾ അത് ഇപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് ലോഞ്ച് ആകുമ്പോൾ നമുക്ക് എപ്പോഴാണ് പ്രയോറിറ്റി ബേസ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അവർക്ക് ആപ്പ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ വെബ്സൈറ്റൊക്കെ ഇടാം. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വെബ്സൈറ്റ് സംഭവങ്ങളൊക്കെ ഇടാം. ഇത് ആക്ച്വലി അവർ പറയണത് ഇവരുടെ കാർഡുകളിൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഇന്റർനാഷണലും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള എയർപോർട്ട് ലോഞ്ചസ് അടക്കം അവർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു പരിപാടിയാണ്. പക്ഷേ ഫുള്ളി ഡീറ്റെയിൽസ് ഒന്നും എക്സ്പോസ് ആയിട്ടില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് വിട്ടിട്ടില്ല. യൂസർ ക്യാൻ ഏൺ അപ് ടു 8 റിവാർഡ് പോയിന്റ് ഓൺ UPI ട്രാൻസാക്ഷൻ അബോ 2000. അതായത് 8 റിവാർഡ് പോയിന്റ് നമുക്ക് 2000-ന്റെ മുകളിൽ UPI ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഏൺ ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് റൂപേ പ്ലാറ്റ്ഫോമിൽ വരുന്ന കാർഡുകളാണ്. അപ്പോൾ മെയിനായിട്ട് UPI പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നോർമൽ കാർഡുകളുള്ള പോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഫ്യൂൽ സർചാർജ് വേവ് ഓഫ് ഉണ്ട്, അതുപോലെ തന്നെ EMI കൺവേർഷൻ അവൈലബിൾ ആണ്. എന്തെങ്കിലും ഓൾറെഡി പക്ഷേ യെസ് ബാങ്കിൻ്റെ കാർഡുകളുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. 2 യെസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഉണ്ട് ഓൾറെഡി. അറിയില്ല, എന്തായാലും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. യൂസർ ക്യാൻ ഏൺ അപ് ടു 24 റിവാർഡ് പോയിന്റ് ആൻഡ് സെലക്ടഡ് കാറ്റഗറി ഫോർ സ്പെൻഡ് ഓഫ് 200. അതായത് 24 റിവാർഡ് പോയിന്റ് സെലക്ടഡ് കാറ്റഗറി എബോ 200 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 4 റിവാർഡ് പോയിന്റ് ഓൺ അതർ സ്പെൻഡ് ഓഫ് 200 കേട്ടോ. അതും നല്ലൊരു പരിപാടി തന്നെയാണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പ്രത്യേകിച്ച് ജോയിൻ ഫീസ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ അട്രാക്ഷൻ തന്നെയാണ്. എന്താ വെച്ചാൽ എഡ്ജ് റിവാർഡ് പോയിന്റ് ഉണ്ടെന്നല്ലോ, എഡ്ജ് നമ്മുടെ ജൂപ്പിറ്റർ എഡ്ജ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നല്ലോ നമ്മുടെ CSB ബാങ്കിൻ്റെ. അതും അത്യാവശ്യം UPI ട്രാൻസാക്ഷനിൽ വരുന്ന നല്ലൊരു കാർഡായിരുന്നു. UPI കാർഡ് ക്രെഡിറ്റ് കാർഡിൽ നല്ലൊരു കാർഡായിരുന്നു. പക്ഷെ കിട്ടുന്നത് ഭയങ്കര ലിമിറ്റഡ് ആണ്. അതാണ് മെയിൻ പ്രോബ്ലം ആയിരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡാണ് കേട്ടോ ഈ സാധനം. പക്ഷെ ഇത് ഫുള്ളി ലോഞ്ചൊന്നും ആയിട്ടില്ല, മെയ് അവസാനമൊക്കെ ആവുന്ന പറഞ്ഞേക്കുന്നത്. എപ്പോഴൊന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും ഞാൻ ഇതിൻ്റെ വെബ്സൈറ്റൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാട്ടോ. അപ്പോൾ നല്ലൊരു കാർഡ് തന്നെയാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോയി ബുക്ക് ചെയ്യാട്ടോ, മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.